ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കരിനാഗത്തിന്റെ ഫോണും അതുപോലെ തന്നെ മുക്തയുടെ ഫോണും അതിവിദഗ്ധമായിട്ട് തന്നെയാണ് അവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് കേട്ടോ. ശേഷം കരിനാഗ തിരിച്ചു പോയിട്ട് ഫോൺ തപ്പുന്നുണ്ട്. നമ്മുടെ മോഹനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. സാറിനെ പോലെ ആവാൻ വേണ്ടി എന്താ സാർ ചെയ്യേണ്ടത്? സാറിനെ പോലെ ഇത്ര ഒരു ബുദ്ധിശാലിയും ഇത്ര ഒരു പവർമാനും അതുപോലെ തന്നെ ഇത്ര ഒരു നല്ലൊരു മനുഷ്യന്റെ ഉടമയാവാൻ, ഇത്ര ഒരു നല്ലൊരു സ്ട്രോങ് ആവാനായിട്ടൊക്കെ എന്താ സാർ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് മോഹൻ. അപ്പൊ അതിന്റെ മറുപടിയൊക്കെ നമ്മുടെ കരുനാഗം പറയണ്ട. അപ്പൊ അവർ പറയുന്ന സമയത്ത് ഈ സമയം തള്ളി നീക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതിനുശേഷം കരുനാഗം വീണ്ടും ഫോൺ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തപ്പി നടക്കുകയാണ്. അങ്ങനെ ബുദ്ധിപൂർവ്വം മുക്തേനെയും അതുപോലെ തന്നെ കരുനാഗത്തെയും ഗോഡൌണിലേക്ക് എത്തിക്കുകയാണ് പ്രിയനും പാറും സംഘവും കൂടി ചേർന്നിട്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ട് കരുനാഗവും അതുപോലെ തന്നെ മുക്തയും അവരുടെ ആ കുഴിയിൽ വീഴുന്നുണ്ട് കേട്ടോ. അവർ കറക്റ്റ് ആയിട്ട് ഗോഡൌണിൽ എത്താണ്. ഗോഡൌണിൽ എത്തുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചേട്ടനോട് പ്രിയം പറയുന്നുണ്ട്, ചേട്ടൻ പതുക്കെ ഗോഡൌൺ പുറത്ത് നിന്നിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ പതുക്കെ നടന്ന് പോകുമ്പോഴേക്കും ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ കരുനാഗവും മുക്തയും കൂടി ഉള്ളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പുറകു തിരിഞ്ഞാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ വേഗം തന്നെ സെക്യൂരിറ്റി ചേട്ടൻ പുറത്ത് നിന്നിട്ട് ആ ഡോറ് ലോക്ക് ചെയ്യണം ഒച്ച കേൾക്കുമ്പോഴേക്കും മുക്തയും അതുപോലെ തന്നെ കരുനാഗനും വേഗം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ, വാതിൽ തുറക്ക്, ആരെയും വാതിലടച്ചത്, വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക കേട്ടോ. അപ്പോഴേക്കും മുക്ത പറഞ്ഞിട്ട് ഇത് ആരെയും വാതിലടച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം പ്രിയനും അതുപോലെ തന്നെ പാർവതിയും കൂടി നമ്മുടെ പ്ലാൻ 80% സക്സസ് ആയി, ഇനി 20% കൂടി ഉണ്ട്. അതിനിപ്പോ എന്താ പ്രിയൻ ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നല്ല, കൈലാസാർ യാത്രയിലാണല്ലോ, ഇവിടെ വരട്ടെ, കൈലാസാറും കൂടി വന്നിട്ട് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത കാര്യം ചെയ്യേണ്ടത് വെച്ചാല് ഇവിടുത്തെ കറണ്ട് ഓഫ് ചെയ്യണം. കരുനാഗവും അതുപോലെ തന്നെ മുക്ത മേടവും കൂടി ഗോഡൌണിൽ ആ ഒരു ചൂടത്ത് നിന്ന് വേർത്ത് ഒഴുകിയിരിക്കണം എന്ന് പറയാണ്. അത് നല്ലൊരു പ്ലാനാ എന്ന് പറയാണ്. അങ്ങനെ കരണ്ടും കൂടി ഓഫ് ചെയ്യാട്ടോ. അപ്പൊ കരുനാഗം മുക്തയെടുത്ത് പറയണ്ട്, അയ്യോ ഇതെന്താ കരണ്ട് പോയോ, ഇതെങ്ങനെ പവർ ഓഫ് ആയി, ഈശ്വര ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോ മുക്ത ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ഇതേ അവരുടെ പ്ലാനാ. ആരുടെ? വേറെ ആരുടെ? ആ പാർവതിയുടെയും ആ പ്രിയന്റെയും പ്ലാന്. അവരുടെ പ്ലാനോ? എന്തിനാ? അവർക്കിട്ട് നമ്മളൊരു പണി കൊടുത്തല്ലോ, ഗോഡൌൺ അടച്ചു പൂട്ടിയിട്ട് അവർ തമ്മിൽ അവിഹിതം എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ. അതുപോലെ നമുക്കൊരു തിരിച്ചൊരു പ്ലാൻ തരുക. അയ്യോ മേഡം, അവരെന്ത് പണിയെ കാണിച്ചത്? അതെ, നമ്മൾ ഇതിനിടെ ഉള്ളിൽ കിടന്ന് കുറേ നേരമായിട്ട് രാത്രി ആകുമ്പോഴേക്കും നമ്മളെ കാണാതെ സെയിം പ്ലാൻ തന്നെ, നമ്മളെ കാണാതെ അന്വേഷിക്കുക, നമ്മൾ രണ്ടുപേരെയും ഗോഡൌണിൽ നിന്ന് പൊക്കും, നമ്മൾ തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് പറയുന്നത് ഉണ്ടാക്കാനായിരിക്കും. ഇതെന്തൊരു നാണക്കേടാണ്, നാറ്റ കേസ് എന്നൊക്കെ മുക്ത ഇങ്ങനെ അപ്പൊ കരുനാഗം പറഞ്ഞു, അയ്യോ ഇതെന്തൊരു അവസ്ഥയാണ് ഈശ്വര, ഞാനിനിയിപ്പോ എന്ത് ചെയ്യും? താൻ തന്റെ കാര്യമാണ് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് തനിക്ക് ഇത്രയും പ്രായമെങ്കിലായില്ലേ, ഞാൻ ഇനി കൈലാസിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറയണം. അയ്യോ മേഡം, ഇതിനകത്ത് എന്തൊരു ചൂടാണ് മേഡം, എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കരുനാഗ ഷർട്ട് ഊരും കേട്ടോ. ഷർട്ട് ഊരുമ്പോ തന്നെ മുക്തക്കൊരു ബാഡ് സ്മെൽ അടിക്കുകയാണ്. എടോ ആ ഷർട്ട് എടുത്ത് ഇടടോ. വേണ്ട മേഡം, ഭയങ്കര ചൂട്, അയ്യോ സഹിക്കാൻ വയ്യ. ഇതിനൊക്കെ കാരണക്കാരനെ താൻ തന്നെയാണ് എന്ന് മുക്ത പറയുന്നുണ്ട് കരുനാഗത്തിന്റെ അടുത്ത്. ഞാൻ എന്ത് ചെയ്തിട്ടാ മേഡം? അല്ല, താനാണ് അവർക്ക് വളം വെച്ചെടുത്തത്. ഞാൻ അന്നേ പറഞ്ഞാണ് ആ പ്രിയനെ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ. താനത് കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് അനുഭവിക്കണം, ഇതിനപ്പുറവും അനുഭവിക്കണം എന്ന് പറയണം. അപ്പൊ പ്രിയന്റെ പാർവതി പറയണ്ട്, അതെ സമയം ഇത്ര ആയില്ലേ, ഇനിയിപ്പോ എന്താ അടുത്തത് പ്രിയ ചേട്ടന്റെ പ്ലാന്? കുറച്ചുകൂടി കഴിയട്ടെ, വെന്തുരുകട്ടെ രണ്ടും കൂടി, നമുക്കിട്ട് നല്ലൊരു പണിയല്ലേ തന്നത് രണ്ടും കൂടി, നമ്മൾക്ക് പിന്നെ ചൂടത്തെയും അതുപോലെ തന്നെ വെയിലത്തൊക്കെ ഇരുന്ന് ശീലമുണ്ട്, അവർക്ക് രണ്ടുപേർക്കും അതില്ലല്ലോ, AC ഇരുന്നല്ലേ ശീലം, അവിടെ കിടക്കട്ടെ രണ്ടും, സമയാവട്ടെ എന്നിപ്പോ കുറച്ചുകൂടി സമയമാവാനുണ്ട്. കരുനാഗത്തിന് ചൂടിന്റെ അസുഖമുള്ളതാണ്, കുറച്ചു നേരം കഴിഞ്ഞാൽ അയാളെ ഷർട്ട് ഊരിക്കോളും. നിന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് അയാളായിരുന്നു, എന്റെ ഷർട്ട് എടുത്ത് ഇട്ടതിന്, നിനക്ക് ഓർമ്മയില്ലേ? ഇനിയിപ്പോൾ അയാളെ ഷർട്ട് ഊരിയിട്ട് നിൽക്കുമ്പോഴേക്കും അയാളുടെ ഷർട്ട് എവിടെ പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊരു കളിയാക്കാലോ. പിന്നെ നമ്മളെപ്പോലെ അല്ല, അവരെ കളിയാക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും സ്റ്റാഫുകൾക്ക്, കാരണം അത്രമാത്രം വെറുപ്പിച്ച ആൾക്കാരല്ലേ. അത് ശരിയാ, സത്യം പറയാൻ ഒരു പെണ്ണിനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിലും ഇത് അവര് ചോദിച്ചു വാങ്ങി തന്നെയാണ് പ്രിയൻ ചേട്ടാ എന്ന് പാർവതി പറയണ്ട്. ജയന്തി പറയണ്ട്, പാറു നീ ഇപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ, എന്തായാലും ഇവളുടെ മുഖത്തൊരു സന്തോഷം കണ്ടു, 2-3 ദിവസമായിട്ട് ഇവൾ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് ഇവളുടെ മുഖത്തൊരു സന്തോഷം കണ്ടത്, ഇവളുടെ മുഖത്ത് സന്തോഷം വരണമെങ്കിൽ പ്രിയൻ തന്നെ വിചാരിക്കണം എന്ന് ജയന്തി പറയുമ്പോഴേക്കും മോഹനൻ പറയുന്നുണ്ട്, അതെ
പാർവതി. അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പാർവതിക്കൊന്ന് വിഷമമായി കഴിഞ്ഞാൽ അവളെ സന്തോഷപ്പെടുത്താണ്ട് പ്രിയം വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പാർവതി പറയണ്ട്, അത് നിങ്ങൾ പറഞ്ഞ ശരിയാട്ടോ. പ്രിയൻ ചേട്ടൻ അടുത്ത് വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനമാണ്. അതെന്താന്ന് എനിക്കറിയില്ല. പ്രിയൻ ചേട്ടൻ വരുമ്പോൾ മാത്രമേ എനിക്ക് ആ സമാധാനം കിട്ടാറുള്ളൂ എന്ന് പറയുമ്പോൾ ജയന്തി പറയണ്ട, ആഹാ അമ്പടി നീ കൊള്ളാലോ, അപ്പൊ ഞങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് അല്ലേ, എന്നാ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പ്രിയൻ ചേട്ടൻ എന്റെ വിഷമത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പോംവഴി കണ്ടെത്തി തരാറുണ്ടല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല പ്രിയൻ ചേട്ടാ, കുറെ നേരം അവരകത്ത് കിടക്കണത്. കൈലാസ് സാർ വന്നിട്ടുണ്ട്, ഇനി നമുക്ക് പണി തുടങ്ങാം. രണ്ടുപേരെയും കാണാനില്ലെന്ന് പറയാം. അതിനുശേഷം അപ്പൊ എന്തായാലും അന്വേഷണം ഉണ്ടാവും. അയ്യോ എവിടെ പോയി എന്ന് പറഞ്ഞ് അന്വേഷിക്കും. തീർച്ചയായിട്ടും ഗോഡൌണിലുള്ള ഉച്ചയും ബഹളവും കേൾക്കുമ്പോഴേക്കും, ഗോഡൌൺ തുറക്കുമ്പോഴേക്കും, കാഴ്ച കാണുമ്പോഴേക്കും എല്ലാവർക്കും കാര്യം മനസ്സിലായിക്കോളും. പിന്നെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അവരായതുകൊണ്ട് ആൾക്കാർക്ക് പറഞ്ഞുണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റും ആയിരിക്കുമല്ലോ. അത് നല്ല പ്ലാനാ. അപ്പൊ നമുക്ക് കൈലാസ് സാറിനെ വിളിക്കാം. പക്ഷെ നമ്മളായിട്ട് പറയരുത് രണ്ടുപേരും കാണാനില്ലാത്ത കാര്യം. അവരെ കാണാനില്ലെന്ന് കൈലാസിന് സാറിന് തന്നെ മനസ്സിലായിക്കോളും. ശേഷം അവർ അന്വേഷിച്ചെടുക്കുമ്പോ കണ്ടുപിടിച്ചോളും. അത് നല്ലൊരു പ്ലാനാ പ്രിയൻ ചേട്ടാ എന്ന് പറയണം. അങ്ങനെ കൈലാസ് വരുമ്പോഴേക്കും മുക്തനെയും അതുപോലെ തന്നെ കരുനാഗത്തിനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടുപേരെയും കാണുന്നില്ല. ശേഷം അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടെ പ്രിയനെയും പാർവതിയും എങ്ങനെയാണോ അവർ കുടുക്കിയത്, അവരെ കണ്ടുപിടിച്ചത് സെയിം പോലെ തന്നെ പ്ലാൻ പോലെ തന്നെ ഇവിടെയും ആകുകയാണ്. അങ്ങനെ കരുനാഗനാണെങ്കിൽ വേർത്ത് കുളിച്ച് ഷർട്ടൊക്കെ ഊരി ഇങ്ങനെ നിൽക്കുവാട്ടോ. മുക്തയാണെന്നുണ്ടെങ്കിലോ വേർത്ത് കുളിച്ച് മേക്കപ്പ് ഒക്കെ ഒലിച്ച് രണ്ടുപേരും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ പരിപാടി നടന്ന പോലത്തെ ഒരു മുഖമായിരിക്കും രണ്ടുപേരുടെ. കാരണം വേർത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ ആകെ വലിച്ചൂരി കരുനാഗൻ. അത് കാണുമ്പോൾ തന്നെ പ്രിയനും പാർവതിയും ചിരിച്ചു മറിയും കേട്ടോ, ഇതെന്ത് കോലമാണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ രണ്ടുപേരും ഗോഡൌൺ തുറക്കുമ്പോഴേക്കും രണ്ടുപേരുടെ കോലം കാണുമ്പോൾ പ്രിയം പറയണ്ട, ആഹാ രണ്ടുപേരും അടിച്ചു പൊളിക്കാതിൻ്റെ ഉള്ളിലല്ലേ. മോഹൻ പണ്ട് രണ്ടുപേരും കണ്ടാൽ അറിയില്ലേ പ്രിയ, മതിയായി കാണും. എന്റെ കരുനാഗ സാറിന് ഷർട്ടെങ്കിലും ഇട്ടൂടെ. അയ്യോ 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 എന്റെ കൈലാസ്, സത്യമായിട്ടും എന്റെ ഷർട്ട് ചൂട് കാണാൻ ഞാൻ അഴിച്ചതാണ്. ചൂടൊക്കെ ഉണ്ടാകുമല്ലോ. വെറുതെ അനാവശ്യം പറയരുത്. അല്ല അപ്പൊ ജയന്തി പറഞ്ഞിട്ട് പ്രിയനെയും അതുപോലെ തന്നെ പാറുവിനെയും പറഞ്ഞപ്പോ ഇതുപോലെ അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്തായാലും നിങ്ങൾ കൊള്ളാൻ കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ സംശയം തോന്നിയതായിരുന്നു, ഏത് നേരം മുക്തമേടത്തിന്റെ കൂടെ കരുനാഗൻ സാർ നടക്കുമ്പോ നിങ്ങൾ എന്തെങ്കിലും തമ്മിൽ ബന്ധമുണ്ടോന്ന്. ഇപ്പൊ എന്തായാലും അത് സത്യമായി, രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടല്ലോ, അവിഹിത ബന്ധം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പൊ കൂടുള്ള സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കൊള്ളാലോ എന്നാലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കാട്ടോ. അത് കാണുമ്പോഴേക്കും മുക്തക്ക് ദേഷ്യം വരണം. നാണക്കേട് എന്ന് പറഞ്ഞിട്ട് മുക്ത വേഗം ക്യാബിനിലേക്ക് കേറുക. കാര്യം നമ്മുടെ കൈലാസിന് മനസ്സിലായി, ഇവര് പണി കൊടുത്തോണ്ട് തിരിച്ചു പണി കൊടുത്തേന്ന്. കൈലാസം ചിരിക്കാട്ടോ. പ്രിയനോട് പറയുന്നുണ്ട്, എന്തായാലും കൊള്ളാം, അടിപൊളി പണി തന്നെ. പ്രിയനെ ഇവിടുന്ന് പുറത്താക്കാനായിട്ടായിരുന്നു അവരുടെ ഇൻട്രസ്റ്റ്. ഇനി എന്തായാലും ആ പണി നടക്കില്ല, അവരിനി പുറത്താവോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാട്ടോ ഇനി വരാൻ പോണത്. ഇന്നത്തെ പ്ലാൻ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, സൂപ്പർ പ്ലാൻ തന്നെയാണ്. പ്രൊമോ കണ്ടാൽ നമുക്ക് ചിരി വന്നു പോകട്ടോ. ആ രീതിയിലാണ് അടിപൊളിയായിട്ട് പ്രൊമോ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.